ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എന്താ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ RX 100ൻ്റെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് എൻ്റെ വണ്ടിക്ക്. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ രാവിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ നേരം ചോക്ക് പിടിച്ച് അടിച്ചിട്ടൊക്കെയാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. ആകെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാലൊക്കെ അപ്പോൾ നിർത്തി അപ്പം തന്നെ എടുക്കുമ്പോൾ അത് വിഷയം വരുന്നില്ല. പക്ഷേ നിർത്തി കുറച്ച് നേരം ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ പോയി നിർത്തി വർക്ക് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് മിസ്സിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ സൈഡ് കവർ അഴിക്കുക. ആദ്യം സൈഡ് കവർ അഴിച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ട് സ്ക്രൂ അഴിക്കുമ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫുള്ള് ടൈറ്റ് ചെയ്ത് വെക്കണം. പക്ഷേ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അതായത് ടൈറ്റ് ആവാൻ പാടില്ല എന്ന് വെച്ചാൽ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുള്ളതുകൊണ്ട് മാത്രം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ട് സ്ക്രൂ അഴിക്കുക. ഈ രണ്ട് സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാർബറേറ്റർ നെയ്സിൽ ഇളക്കി എടുക്കുന്ന പരിപാടിയാണ് ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെയും സ്ക്രൂ ഊരിയെടുക്കുക, വാഷറിൽ യൂസ് ചെയ്യുക. മസ്റ്റായിട്ട് എണ്ണ ഓഫ് ചെയ്യണം. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, എണ്ണ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ട് സ്ക്രൂ ഊരി കഴിഞ്ഞപ്പോഴേക്കും എണ്ണ പുറത്തോടെ പോകാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഊരി എടുത്ത് കഴിഞ്ഞ് ഇത് നമ്മുടെ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന പൈപ്പാണ്. ഈ സാധനം നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഉണ്ടാവണം നമ്മൾ ഈ ഇടുന്ന ഈ പൈപ്പിൽ. ഇത് ടെമ്പർ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ടെമ്പർ ആവാൻ പാടില്ല. മാക്സിമം എല്ലാവരും അത് നോക്കി ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർബറേറ്റർ ഊരാൻ തുടങ്ങിയിട്ടുണ്ട്. ഊരി കഴിയുമ്പോൾ പിന്നെ ഊരുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഊരിക്കഴിഞ്ഞ് ഞാൻ ഈ സംഭവം വാട്ടർ സർവീസാണ് കൊടുത്തത്. അതായത് കാർബറേറ്റർ അഴിച്ച് സ്പെയർ പാർട്സായിട്ട് കൊണ്ട് 2-3 ഇതിലുള്ള സാധനങ്ങളെല്ലാം ഊരിയെടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയി വാട്ടർ സർവീസാണ് ചെയ്തത്. ചിലർ പെട്രോൾ ഇട്ട് കഴിയുന്നവരുണ്ട്. പെട്രോൾ ഇട്ട് കഴിയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ നമ്മൾ കഴിയുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി വരും. കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് അധികം പേരും വാട്ടർ സർവീസ് ചെയ്യാറില്ല. ഞാൻ വാട്ടർ സർവീസാണ് ചെയ്തത്. എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് അതാണ് തോന്നി. കാരണം പെട്രോൾ ഇട്ട് അപ്പോൾ ആവുന്ന സമയത്ത് അപ്പോൾ അത് ഡ്രൈ ആവണതുകൊണ്ട് ആ ഇടയിലൊക്കെ ഉള്ളത് അങ്ങനെ കിടക്കും. വാട്ടർ നമ്മൾ കുറച്ച് ഫോഴ്സിലടിച്ച് കഴിഞ്ഞാൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സ്ക്രൂ ഊരി കഴിഞ്ഞിട്ട് കാർബറേറ്റർ തണ്ടില്ല. ഇതാണ് 2 പീസ്. ഇത് അടിയിലാണ്. എന്തിനാണ് ക്ലീൻ ചെയ്യണത് എന്ന് വെച്ചാൽ കാണിച്ചത്, ഇതിനകത്ത് ഫുള്ള് അഴുക്കുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന സമയത്ത്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 5-6 മാസമേ ആയുള്ളൂ. ഞാൻ രണ്ടാമത്തെ മുറയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ട് ക്ലീൻ ചെയ്യല്ല. നമ്മുടെ ഒരു സാക്ച്വേഷൻ വണ്ടി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മെയിനായിട്ട് കാർബറേറ്ററിലേക്ക് ശ്രദ്ധ പോകുന്നതുകൊണ്ട് അത് ക്ലീൻ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. പിന്നെ ടാങ്കിലുള്ള പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും കാർബറേറ്ററിൽ ഇങ്ങനെ വരിക. ഈ ക്വാർട്ടർ പിൻ ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഊരിയെടുക്കുക. പിന്നെ ആ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു പിന്ന് വരും. എത്ര നൈസായിട്ടൊരു പിന്ന്. അത് നമ്മുടെ വണ്ടിയിൽ ഓവർഫ്ലോ ആണ് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് ആ പിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പിന്ന് ഊരി പോവാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കാർബറേറ്റർ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഊരി വരും. ഊരി വന്നാൽ തന്നെ അത്രയും കുഞ്ഞായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ അത് പുറത്ത് പോകാണ്ടിരിക്കാൻ കൈവച്ച് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ. കാരണം അത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തിൻ്റെ ഇടയിലൊക്കെയാണെന്ന് പോയി കഴിഞ്ഞാൽ തപ്പിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും കുഞ്ഞു സാധനമാണ്, കാണാൻ കിട്ടില്ല. അപ്പോൾ കണ്ടില്ല, ഇതാണ് എൻ്റെ പ്രശ്നം. ഇത്രയും അഴുക്കുണ്ട്, ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇത് ക്ലിയർ ആവാനാണ് നമ്മൾ വാട്ടർ സർവീസ് അടിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് ട്യൂണിങ് ഒന്നും കറക്റ്റായി കിട്ടുന്നില്ല. ഇവിടെ ട്യൂണിങ് അധികം പക്കായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും ഇപ്പോൾ പാലക്കാട് തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ വാട്ടർ സർവീസിന് കൊടുക്കാൻ പോകുന്നു. വാട്ടർ സർവീസിന് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വാട്ടർ സർവീസ് കൊടുത്ത് കഴിഞ്ഞിട്ട് വന്ന വീഡിയോ ആണിത്. ഇതാണ്ടല്ലേ. അപ്പോൾ വാട്ടർ സർവീസാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ഓപ്ഷൻ. കാരണം എന്താ വെച്ചാൽ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വേറെ ഒന്നും പ്രശ്നം തോന്നുന്നില്ല. കുറച്ച് സാവധാനം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം ക്ലിയറായിട്ട് കിട്ടും. പെട്രോൾ ഇടുന്നതുകൊണ്ട് അപ്പം തന്നെ അത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, സപ്പോർട്ട് ചെയ്യാം.